യെസ്, അപ്പോൾ ന്യൂസ് വണിയിൽ ആദ്യം നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്കൊന്ന് വളരെ പെട്ടെന്ന് പോയിട്ട് വരാം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം ഏകദേശം ഇന്ന് വ്യക്തമാവുകയാണ്. പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് വൈകിട്ട് 3 മണിക്ക് അവസാനിക്കും. ശേഷം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 985 സ്ഥാനാർത്ഥികളാണ് നിലവിൽ പട്ടികയിലുള്ളത്. ആകെ 1254 സ്ഥാനാർത്ഥികളിൽ നിന്നായി 2125 പത്രികകളാണ് ലഭിച്ചത്. ഇവയിൽ 1757 പത്രികകൾ സ്വീകരിച്ചു. 357 പത്രികകൾ തള്ളുകയും 11 പിൻവലിക്കുകയും ചെയ്തു. 2021 957 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. യെസ്, അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള വിവരങ്ങളൊന്ന് ശേഖരിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സെയിൻ ലാബ്ദീൻ, കൊച്ചിയിൽ നിന്ന് സിബി ജോസഫ്, കോഴിക്കോട് നിന്ന് സലാം മുഹമ്മദ് എന്നിവരാണ് വിവരങ്ങൾ നൽകുന്നത്. ആദ്യം തന്നെ തിരുവനന്തപുരത്തേക്ക് പോകാം. സെയ്ഫ് സെയിൻ ലാബ്ദിലേക്കാണ്. സെയ്ഫ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നിപ്പോൾ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ്. 3 മണിവരെ പത്രിക പിൻവലിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മത്സര ചിത്രം തെളിയാൻ പോവുകയാണ്. പലയിടത്തും പലരും നോക്കിക്കാണുന്നത് ഈ അപര സ്ഥാനാർത്ഥികളൊക്കെയുണ്ട്, അവരിലാരെങ്കിലും പത്രിക പിൻവലിക്കുമോ എന്നുള്ളത് കൂടിയായിരിക്കും. എന്തായാലും ഒരു അന്തിമ ചിത്രം തെളിയുമ്പോൾ എന്താണ് സംസ്ഥാനത്ത് നിലവിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ സ്ഥിതി? ഈ പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയാണ് കേരളത്തിലെ രാഷ്ട്രീയം. ഇനിയുള്ള 14 ദിവസം, ജിൽസി ഇപ്പോൾ സൂചിപ്പിച്ച പോലെയുള്ള 14 ദിവസം അത് ഒരുപാട് അടതടികൾ കാണാനുള്ള ദിവസങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. താരപ്രചാരകരായി 40 പേർ ഓരോ മുന്നണികളിൽ നിന്നും 40 പേർ വെച്ച് കേരളത്തിലേക്ക് വന്നിറങ്ങുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി 29-ാം തീയതി വരുന്നുണ്ട്. 2 ഇടത്ത് അന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്, പാലക്കാടും തൃശ്ശൂരും. പിന്നീട് 3-ാം തീയതി അദ്ദേഹം വീണ്ടും എത്തിച്ചേരുന്നുണ്ട്. CPM-ന്റെ എല്ലാ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവരും എത്തിച്ചേരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ട്. അങ്ങനെ താരപ്രചാരകരുടെ ഒരു കൂട്ടം നമുക്ക് അടുത്ത ആഴ്ചയോട് കൂടി കാണാൻ കഴിയും. ഇനിയിപ്പോൾ ജിൽസി സൂചിപ്പിച്ച പോലെ സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ ചിത്രത്തെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ 1254 സ്ഥാനാർത്ഥികളിൽ നിന്നായി 2157 പത്രികകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് ലഭിച്ചത്. അതിൽ സൂക്ഷ്മ പരിശോധനയിൽ 357 പത്രികകൾ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ മത്സര രംഗത്തുള്ളത് 985 സ്ഥാനാർത്ഥികളാണ്. അതിൽ കാര്യമായ കുറവുണ്ടാകാനുള്ള സാധ്യത കുറവാണ് ജിൽസി. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 957 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. ഇപ്പോൾ 985 എത്തിച്ചേർന്നിരിക്കുന്നു. കുറച്ചുപേർ ചിലപ്പോൾ പിൻവലിച്ചേക്കാം, എങ്കിലും അധികം എണ്ണം അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കേരളത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം പരിശോധിച്ചാൽ 900-ന് മുകളിൽ സ്ഥാനാർത്ഥികളാണ് മിക്ക തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ചുപേർ പിൻവലിച്ചേക്കാം. ഇനി അവരന്മാരുടെ കാര്യം ചികിത്സ ചോദിച്ചപ്പോൾ അവരന്മാർ പിൻവലിക്കാൻ സാധ്യതയില്ല. പിൻവലിക്കാൻ വേണ്ടിയല്ലല്ലോ അവർ പത്രിക നൽകുന്നത്. എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയല്ല, ജയിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവരുടെ വോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി, ഒരേ പേരുള്ള ആൾക്കാരുടെ വോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ ദുരിതം അനുഭവിച്ച ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിലുണ്ട്. ഇപ്പോൾ VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ്. അങ്ങനെ അവരന്മാർ പിൻവലിക്കാനുള്ള സാധ്യത കുറവാണ്. മറ്റ് ചില സ്ഥാനാർത്ഥികൾ പിൻവലിക്കും എന്ന് നമുക്ക് കരുതാം. ഇന്ന് 3 മണി വരെയാണ് സമയമുള്ളത്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഓളം വന്ന് തുടങ്ങുന്നുണ്ട്. ആ ഓളത്തിലേക്ക് നമുക്കും ഇറങ്ങാം ജിൽസി. തീർച്ചയായിട്ടും നമുക്ക് ആ ഓളത്തിലേക്ക് ഇറങ്ങാം. അപ്പോൾ സെയ്ഫ് പറഞ്ഞതുപോലെ ഇനി കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ പഴശ്ശിയുടെ കളികൾ എന്ന് പറഞ്ഞതുപോലെ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രചാരണ രംഗത്തും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ സജീവമാകുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു, അതിനപ്പുറത്തേക്ക് ഇനിയും കൂടുതൽ ഉണ്ടാകുമെന്നുള്ളത് കൂടിയാണ്. ഇനി മധ്യകേരളത്തിലേക്ക് പോകാം. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, മധ്യകേരളത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ടൊരു ചിത്രം ഇപ്പോൾ തന്നെ നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ അവസാന തീയതിയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള എന്ന് കരുതിയിട്ട് വലിയ മാറ്റമൊന്നും വരാനില്ല. എന്നാലും എന്തൊക്കെയാണ് നിലവിൽ മുന്നണികളുടെ പ്രതീക്ഷ? കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഗുഡ് മോർണിംഗ് ജിൽസി. എന്തായാലും കടുത്ത ചൂടാണ്. എന്തായാലും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടും അതിശക്തമായി മുന്നോട്ട് പോകുന്നു. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് 120 സ്ഥാനാർത്ഥികൾ 120 നോമിനേഷൻ പത്രികയാണ് നൽകിയത്. ഇതിൽ 27 കഴിഞ്ഞ ദിവസം സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു. ബാക്കിയുള്ളത് 93 പേരുടെ നാമനിർദ്ദേശ പത്രികയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. എന്തായാലും അതിൽ ഏറ്റവും കൂടുതലായി അപരന്മാരുൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് എറണാകുളം ജില്ലയിലെ മറ്റൊരു പ്രത്യേകത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് തന്നെ അപരന്മാരുണ്ട്. അതിൽ ഒന്ന് കളമശ്ശേരിയിൽ P. രാജീവാണ്. P. രാജീവിന് രാജീവ് എന്ന പേരിൽ മറ്റൊരു അപരനുണ്ട്. അതോടൊപ്പം തന്നെ
പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒരു അപരനുണ്ട്. വി ഡി സതീശന് അപരനായി കെ ബി സതീശൻ എന്നയാളുണ്ട്. അതുകൂടാതെ തൃപ്പൂണിത്തുറയിൽ LDFിന്റെ സ്ഥാനാർത്ഥിയായ KN ഉണ്ണികൃഷ്ണന് അപരനായി ഉണ്ണികൃഷ്ണൻ എന്നയാളുണ്ട്. അതുകൂടാതെ പിറവത്ത് LDFിന്റെ സ്ഥാനാർത്ഥിയായ സാബു കെ ജേക്കബിന് അപരനായി സാബു കെ എരമത്ത് എന്നയാളുണ്ട്. കോതമംഗലത്ത് ഷിബു തെക്കുംപുറത്തിന് അപരനായി 2 അപരന്മാർ, ഷിബു എന്ന പേരിൽ 2 അപരന്മാരുണ്ട്. അങ്ങനെ അപരന്മാരുടെ കാര്യത്തിലും എറണാകുളം ജില്ലയിൽ തീരെ കുറവല്ല. ഇവരെല്ലാം തന്നെയും ഈ പത്രിക ഇന്ന് പിൻവലിക്കുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഇനിയുള്ള സംശയം. ഈ അപരന്മാരെല്ലാം തന്നെയും മണ്ഡലത്തിലില്ല. ഇവരെല്ലാം മുങ്ങി, ഈ പത്രിക നൽകിയ ശേഷം മണ്ഡലത്തിൽ നിന്ന് മുങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ അതായത് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. എന്തായാലും ഇവരെയൊക്കെ അന്വേഷിച്ചുകൊണ്ടും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും അപരന്മാർ കഴിഞ്ഞ ദിവസം വരെ പിൻവലിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ട് 3 മണി വരെയാണ് സമയം. ഈ സമയത്തിൽ ഈ അപരന്മാർ പിൻവലിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി ഉള്ളതെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. കളമശ്ശേരിയിൽ പി രാജീവ് മത്സരിക്കുന്ന, അബ്ദുൽ ഗഫൂറും മത്സരിക്കുന്ന കളമശ്ശേരിയിൽ 12ഓളം സ്ഥാനാർത്ഥികളുണ്ട്. അതുകൂടാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ ഏറ്റവും കൂടുതൽ പോരാട്ടം നടക്കുന്ന മറ്റുള്ള ഇടങ്ങളാണ്. അതിന് അപ്പുറമായി ഈ പറവൂര്, തൃപ്പൂണിത്തുറ, കോതമംഗലം എന്നിവിടങ്ങളിലും പത്രധികം പത്രികകളുണ്ട്. അതുകൂടാതെ ഏറ്റവും കുറവ് പത്രിക നൽകിയിരിക്കുന്നത് ആലുവയിലാണ്, 5 പേർ. അത്തരത്തിലാണ് ഒരു നാമനിർദ്ദേശ പത്രിക എറണാകുളം ജില്ലയിലെ പൊതുവായ രൂപം. ഇന്നിപ്പോൾ ജില്ലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോൾ വിവിധ കൺവെൻഷനിൽ പങ്കെടുക്കും. രാവിലെ 10 മണിയോടെ കോതമംഗലം മണ്ഡലത്തിൽ കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കും. അതുകൂടാതെ വൈകിട്ടോളം അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗവും കൊടുമ്പിരിക്കൊള്ളുകയാണ്. പ്രമുഖ നേതാക്കളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുമ്പോൾ തന്നെ വലിയ ആവേശവും അതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും അതിനപ്പുറത്ത് ചില രാഷ്ട്രീയ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നതും ഒക്കെ നടക്കുകയാണ്. ഇനി നമുക്ക്